IPL കഴിഞ്ഞ സീസണിലേറ്റ വൻ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇത്തവണയും വൻ തകർച്ചയിലേക്ക് വീണിരിക്കുകയാണ് 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ്. 10ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തവണ CSK ഫിനിഷ് ചെയ്തത്. ഇത്തവണ പോരാട്ടങ്ങൾ 3ാം റൗണ്ടിലേക്ക് കടന്നപ്പോഴും ഏറ്റവും പിറകിൽ അവർ തന്നെയാണ്. അസാധാരണമായതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സീസണിലും അവസാന സ്ഥാനക്കാർ ചെന്നൈ തന്നെയായിരിക്കും. തുടർച്ചയായി 2 ലേലങ്ങളിലെ മണ്ടൻ തീരുമാനങ്ങളാണ് ഇത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് അവരെത്തിയത്. 29 കോടിയോളം രൂപ ഇത്തവണ CSK വെറുതെ പാഴാക്കിയപ്പോൾ ഇതേ തുകക്ക് റോയൽ ചലഞ്ചേഴ്സ് പടുത്തുയർത്തിയത് കിടിലനൊരു ടീമിനെ തന്നെയാണ്. ഈ കാര്യത്തിൽ RCBയെയാണ് CSK ടീം മാനേജ്മെന്റ് കണ്ടുപഠിക്കേണ്ടതെന്ന് നിസ്സംശയം പറയാം. IPL ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 മണ്ടത്തരങ്ങളാണ് കഴിഞ്ഞ മിനി താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കാണിച്ചത്. സാധാരണയായി ലേലത്തിൽ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കാറുള്ള CSK മാനേജ്മെന്റിന് അടുത്തിടെയായി മണ്ടത്തരങ്ങൾ തുടർക്കഥയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ലേലത്തിലെ 2 ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ. ഇതുവരെ IPL അരങ്ങേറുക പോലും ചെയ്തിട്ടില്ലാത്ത 2 അൺക്യാപ്ഡ് ഇന്ത്യൻ താരങ്ങൾക്കായി അവർ മുടക്കിയത് 28 കോടി രൂപയാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ കാർത്തിക് ശർമ്മയും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ പ്രശാന്ത് വീറുമാണത്. 14.20 കോടി രൂപ വീതം 2 പേർക്കുമായി CSKക്ക് മുടക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ IPLലോ ഇതിനകം ഒന്നും തെളിയിച്ചിട്ടില്ലാത്ത ഈ 2 പേർക്കും വേണ്ടി ചെന്നൈ ഇത്ര വലിയൊരു തുക വാരിയെറിഞ്ഞത് എന്തിനാണെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ആദ്യ 3 റൗണ്ടുകൾക്ക് ശേഷം കാർത്തികിനോ പ്രശാന്തിനോ തങ്ങൾക്കായി മുടക്കിയ തുകയോട് ഒട്ടും നീതി പുലർത്താനായിട്ടുമില്ല. ഇനി മുന്നോട്ടും അതിന് സാധ്യത തീരെ കുറവുമാണ്. ഡെവാൾഡ് ബ്രവീസ്, MS ധോണി എന്നിവർ പരിക്ക് ഭേദമായി തിരിച്ചെത്തിയാൽ കാർത്തികിനും പ്രശാന്തിനും പിന്നീട് ടീമിൽ സ്ഥാനം പോലും ലഭിച്ചേക്കില്ല. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി നൽകിയ 29 കോടിയോളം രൂപ കൊണ്ട് എന്താണ് ഉപയോഗമെന്നതാണ് ചോദ്യം. ഈ തുക ഉപയോഗിച്ച് 3-4 മികച്ച ബൗളർമാരെ വാങ്ങിയിരുന്നെങ്കിൽ CSKക്ക് ഈ സീസണിൽ ഇത്ര വലിയ തിരിച്ചടികളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് 29 കോടിയോളം പാഴാക്കി നാണം കെട്ട് നിൽക്കുമ്പോൾ ഇതേ തുക കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ മാസ്റ്റർ സ്ട്രോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. 28.40 കോടി CSK വെള്ളത്തിലാക്കിയപ്പോൾ 28.35 കോടിക്ക് ഒരു കിടിലൻ ടീമിനെ തന്നെ RCB വാർത്തെടുത്തിരിക്കുകയാണ്. 2025 മെഗാലേലത്തിലും കഴിഞ്ഞ മിനി ലേലത്തിലുമായിരുന്നു ഈ തുക RCB വളരെ ബുദ്ധിപൂർവ്വം ചെലവഴിച്ചത്. ഫിൽസാൾട്ടിനെ 11.5 കോടിക്കാണ് RCB മിനി ലേലത്തിൽ പൊക്കിയത്. ന്യൂസിലാൻഡ് പേസർ ജേക്കബ് ഡഫിയെ 2 കോടിക്കും RCB റാഞ്ചി. മെഗാലേലത്തിൽ ഇംഗ്ലണ്ടിന്റെ ഭാവി സൂപ്പർ താരം ജേക്കബ് ബെത്തൽ, വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ താരം റൊമാരിയോ ഷെപ്പേർഡ്, ഓസ്ട്രേലിയയുടെ വമ്പനടിക്കാരൻ ടിം ഡേവിഡ്, ഇന്ത്യൻ ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യ, മറുനാടൻ മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ തുടങ്ങിയവരെയും പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ തുകക്ക് RCB റാഞ്ചുകയും ചെയ്തു. ഇത് അവരുടെ സ്ക്വാഡിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ സീസണിലെ കന്നി IPL കിരീട നേട്ടം. ഇവിടെയാണ് RCBയെ CSK മാനേജ്മെന്റ് കണ്ടുപഠിക്കേണ്ടത്. 29 കോടിയോളം രൂപ CSK 2 അൺക്യാപ്ഡ് താരങ്ങൾക്കായി കുളം തോണ്ടിയപ്പോൾ ഇതിലും കുറഞ്ഞ തുകക്ക് 7 കിടിലൻ താരങ്ങളെ വാങ്ങിയാണ് ടീമിനെ RCB സെറ്റാക്കിയത്. യാതൊരു വീക്ക്നെസ്സുകളും ഇപ്പോഴത്തെ RCB ടീമിന് ഇല്ലെന്ന് തന്നെ പറയാം.